പാഠം 465. ഒരു മഹാരഹസ്യത്തിന്റെ ചുരുളഴിയുന്നു. ഈ ഷർട്ടൊക്കെ എടുത്തിട്ട് എവിടെ പോന്നു? എവിടെയും പോകുന്നില്ല. പിന്നെന്തേ, ഷർട്ട് പത്രം വായിക്കാൻ എടുത്തിട്ടതാണോ? വീട്ടിൽ നിൽക്കുമ്പോ ഷർട്ട് ഇടാൻ പാടില്ലെന്ന് നിയമമൊന്നുമില്ലല്ലോ. വീട്ടിൽ നിൽക്കുമ്പോ സാധാരണ ഷർട്ട് ഇടാത്തോണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എനിക്ക് കാര്യം മനസ്സിലായി. രാധ വന്നതിന്റെ പേരിലാണ് ഈ പരിഷ്കാരം. പഴയ മുറപ്പണ് വീട്ടിലുള്ളപ്പോ ഷർട്ട് ഇടാതെ നടക്കാൻ വില്ലേജ് ഓഫീസർക്ക് നാണം. നാണത്തിന്റെ ഒന്നും പറയണ്ട, എനിക്കറിയാലോ എന്റെ വില്ലേജ് ഓഫീസറുടെ സ്വഭാവം. ശേ, നിനക്ക് രാവിലെ പോവാനുള്ളതല്ലേ? ഈ അടുക്കള ജോലിയൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ പോയി റെഡി ആവാൻ നോക്ക്. സമയൊന്നും ആയില്ല മാമേ, 10 മണിയാകുമ്പോ ചെന്നാ മതി. അതും പറഞ്ഞോണ്ടിരുന്നു. ഇങ്ങോട്ട് പറക്കി. ഇവിടെ ഒരു വില്ലേജ് ഓഫീസറുള്ളത് കൃത്യനിഷ്ഠ കണ്ടുപിടിച്ച ആളാണ്. 1 മിനിറ്റ് എവിടെയെങ്കിലും നേരത്തെയോ 1 മിനിറ്റ് വൈകിയോ ചെന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്നാണ് പുള്ളിയുടെ ശാസ്ത്രം. മോഹനേട്ടൻ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയാ. രാവിലെ 10 മണിക്ക് സ്കൂളിലെത്താൻ 9:40 ആകുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങും. 4 മണിക്ക് സ്കൂൾ വിട്ടാൽ 4:20 ആകുമ്പോ വീട്ടിലെത്തും. ഇപ്പോഴതിനൊന്നും യാതൊരു മാറ്റവും ഇല്ല. 9:48 ഇവിടുന്ന് ഓഫീസിലേക്ക് ഇറങ്ങും. വൈകിട്ട് 5:15 തിരിച്ചെത്തുകയും ചെയ്യും. രാധ വന്നത് പ്രമാണിച്ച് ഞാനൊരു സാധനം വാങ്ങിട്ട് വരുന്നുണ്ട് വൈകിട്ട്. എന്താണ്? ഇവിടെ സുലൈമാൻ എന്നൊരാൾ നടത്തുന്ന ബേക്കറി ഉണ്ട്. അവിടെ ഒരു പ്രത്യേകതരം കേക്ക് കിട്ടും. എന്താ ടേസ്റ്റ് എന്നറിയോ? കഴിഞ്ഞ ആഴ്ച എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വിദ്യാലക്ഷ്മി അതൊരെണ്ണം വാങ്ങിട്ട് വന്നു. സാധാരണയായിട്ട് എനിക്ക് കേക്കൊന്നും ഇഷ്ടമുള്ളതല്ല. പക്ഷേ ഈ കേക്ക് ഒരു കഷ്ണം കഴിച്ചിട്ട് അതിന്റെ രുചി ഇതുവരെ നാവിന്ന് പോയിട്ടില്ല. അത്രയ്ക്ക് രുചിയുള്ള കേക്കോ? പിറ്റേ ദിവസം ഒരു കേക്ക് ഇങ്ങോട്ട് വാങ്ങിയല്ലോ ഞാൻ ആലോചിച്ചാണ്. പക്ഷേ മോഹനേട്ടൻ അതൊന്നും ഇഷ്ടാവില്ല. അതെ, ഈ കേക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. 1 കിലോ കേക്കിന് 400 രൂപയാണ് വില. അത് കേൾക്കുമ്പോ മോഹനേട്ടൻ ചങ്ക് പൊട്ടില്ലേ? 400 രൂപയെന്ന് കേട്ടാൽ എന്റെ ചങ്ക് പൊട്ടും. കാരണം ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് പണം ഉണ്ടാക്കുന്നത്. ആ പണം കൊണ്ട് കിലോയ്ക്ക് 400 രൂപ വിലയുള്ള കേക്ക് വാങ്ങുന്നത് ധൂർത്താണ്. മോഹനേട്ടന്റെ പിശുക്കിനും ഇപ്പോഴും ഒരു വ്യത്യാസവും ഇല്ലല്ലോ. പണം ധൂർത്തടിക്കാതിരിക്കുന്നത് പിശുക്കാണെങ്കിൽ അങ്ങനെ. പക്ഷേ രാധേ, കോടിക്കണക്കിന് മനുഷ്യർ പട്ടിണി കിടക്കുന്ന ഈ രാജ്യത്ത് 1 കിലോയ്ക്ക് 400 രൂപ വില വരുന്ന കേക്ക് വാങ്ങി കഴിക്കുന്നത് മര്യാദകേടാണ്. രുചിയുള്ള സാധനം കിട്ടണമെങ്കിൽ പണം കൂടുതൽ കൊടുക്കേണ്ടൊക്കെ വരും. അത്രയും രുചിയുള്ള സാധനം കഴിക്കണമെന്ന് വെച്ചാ പോരെ? എന്തായാലും ഭാമ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ആ കേക്ക് കഴിച്ചിട്ടേ കാര്യമുള്ളൂ. വൈകിട്ട് വരുമ്പോ ഞാൻ വാങ്ങിച്ചിട്ട് വരാം. ബേക്കറി എവിടെയാന്ന് പറഞ്ഞാ മതി. പണം ആരുടേതായാലും പണമാണ്. അതുകൊണ്ട് രാധയും ആ കേക്ക് വാങ്ങുന്നില്ല. 400 രൂപയുടെ കേക്ക് വാങ്ങേണ്ട കാര്യം എനിക്കുമില്ല, ഭാമയ്ക്കുമില്ല, രാധയ്ക്കുമില്ല. ഇപ്പൊ മനസ്സിലായല്ലോ, ഇതാണ് ആശാന്റെ രീതി. എന്തെങ്കിലും വാങ്ങണമെങ്കിൽ പറയാതെ വാങ്ങുക നിവൃത്തിയുള്ളൂ. വാങ്ങിക്കഴിഞ്ഞ പിന്നെ വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഞാൻ വൈകുന്നേരം വരുമ്പോ കേക്ക് വാങ്ങിയിട്ട് എന്നെ കാര്യം. എന്റെ പൊന്നെ, ചതിക്കല്ലേ. ഇനി നീ കേക്ക് വാങ്ങിയാലും അതിന്റെ വഴക്ക് കേൾക്കേണ്ടത് ഞാനായിരിക്കും. തൽക്കാലം ഈ കേക്കിന്റെ കാര്യം നമുക്ക് മറക്കാം. നീ ഒരു കാര്യം ചെയ്യ്, ഈ ചായ കൊണ്ട് മോഹനേട്ടന് കൊടുക്ക. മോനേട്ടാ, ഇതാ ചായ. മോഹനേട്ടന് ഒരു മാറ്റവും ഇല്ല. പഴയ ദേഷ്യവും വാശിയും ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്. സത്യം പറഞ്ഞ ഭാമേനെ സമ്മതിക്കണം. നിനക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകാൻ നേരായില്ലേ? കൃത്യനിഷ്ഠയാണ് ജീവിതത്തിൽ ഏറ്റവും വേണ്ടുന്ന ഗുണം. മണി 8 ആകുന്നതേ ഉള്ളൂ. എനിക്ക് 10 മണിക്ക് എത്തിയാ മതി. ഭാമ പറഞ്ഞു മോനേട്ട 9:48 ഇവിടെ നിന്ന് ഇറങ്ങുന്നതെന്ന്. നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. അത് ശരിയാവില്ല. എനിക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ നടന്നാൽ വില്ലേജ് എത്തി. നിനക്ക് അവിടെ നിന്ന് ബസ് കയറി പിന്നെയും 15 മിനിറ്റ് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തൂ. അതുകൊണ്ട് നീ വേഗം പോകുന്നു. എന്റെ കൂടെ വരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞ പോലെ. പിന്നെ മോനേട്ടാ, കേക്കിന്റെ കാര്യത്തിൽ എന്താ തീരുമാനം? എന്ത് തീരുമാനം? ഭാമ കേക്ക് വാങ്ങാന്ന് പറഞ്ഞു.
മോനേട്ടൻ സമ്മതിച്ചില്ല. ഞാൻ വാങ്ങാന്ന് പറഞ്ഞു, അത് മോനേട്ടൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പം മോഹനേട്ടൻ വാങ്ങേ നിവർത്തിയുള്ളൂ. ഞാൻ സുലൈമാന്റെ ബേക്കറിൽ നിന്ന് കേക്ക് വാങ്ങണം. അതും കിലോയ്ക്ക് 400 രൂപ വിലയുള്ള കേക്ക്. നടന്നു തന്നെ. ഭാമ അതിനെപ്പറ്റി പറയുന്ന കേട്ടപ്പോ ഞാൻ ആഗ്രഹിച്ചു പോയതല്ലേ മോനേട്ടാ. മനസ്സിലൊരാഗ്രഹം തോന്നിയ അതെന്ത് വില കൊടുത്തും അത് നേടുക എന്നുള്ളതാണ് എന്റെ രീതി. ആ രീതി ഒട്ടും നല്ലതല്ല. ഓ, ഇത് കുറച്ച് കൂടിയ കടുംമൃതം തന്നെ. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും ഇത് മാറാത്തതാ അത്ഭുതം. മോഹനേട്ടന്റെ പഴയ സ്വഭാവത്തെ പറ്റി ഞാൻ ഭാമയോട് പറഞ്ഞു. വാശി ജയിക്കാൻ എന്തും ചെയ്യുന്ന പഴയ രീതിയാണല്ലോ. അന്ന് കുളിക്കടയിൽ വെച്ചുണ്ടായ കാര്യം ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു. കുളിക്കടവിലോ? ഏത് കുളിക്കടവ്? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ആ സംഭവം മോനേട്ടൻ ഒരിക്കലും മറക്കത്തില്ല. ഇനിയിപ്പോ മോനേട്ടൻ മറന്നാലും ഞാൻ മറക്കത്തില്ല. നീ ഒന്ന് ഭാമയോട് പറയാൻ നിൽക്കണ്ട. അതിനെന്താ, കല്യാണത്തിന് മുന്നേ ഉള്ള കാര്യമല്ലേ, അത് ഭാര്യ അറിഞ്ഞിരിക്കണ്ടേ? എന്തിന്? അവൾ അറിഞ്ഞാൽ ശരിയാവില്ല. ശരിയാവില്ലെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അത് ശരി, അപ്പൊ അത് ഒളിച്ചു വെച്ചേക്കല്ലേ? എന്തിനാ മോനേട്ടാ ഇങ്ങനെ മനസ്സിലുള്ളതൊക്കെ ഒളിച്ചു വെക്കുന്നേ? എന്താണ് വലിയൊരു ചർച്ച? ചൂട് ഞങ്ങള് പഴയൊരു സംഭവത്തെ പറ്റി പറയുമായിരുന്നു. ഒരു ദിവസം നിനക്ക് പോകുന്നേ റെഡി ആയി പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ കൃത്യനിഷ്ഠയാണ് ഏറ്റവും വലിയ കാര്യം. എന്തിനെങ്ങനെ ചൂടാവണേ? പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ദേഷ്യം വരില്ലേ? നീ പോ, രാധ പോ. എന്താണ് ഞാൻ അറിയാൻ പാടില്ലാത്ത രഹസ്യം? രഹസ്യമോ? ഒരു രഹസ്യമില്ല. നിനക്ക് അടുക്കള ജോലിയൊന്നുമില്ലേ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഇപ്പൊ അതായോ പ്രശ്നം? അല്ല, എനിക്കിന്ന് കുറച്ച് നേരത്തെ പോണം. നീ വേഗം പോയി എന്റെ ഷർട്ട് മുണ്ട് തയ്ച്ചു വെക്ക്. നേരത്തെ പോകുന്നവരെ എന്നോട് ഇതുവരെ പറഞ്ഞില്ലായിരുന്നല്ലോ. ഇപ്പൊ പറഞ്ഞാ പോരെ? പറയാനുള്ളത് മനസ്സിലോ പറയും. നോക്കണേ. ഹലോ, അതെ, മോഹനകൃഷ്ണനാണ്. ഇന്നൊരു കാര്യമില്ല. നാളെ ഉച്ച കഴിഞ്ഞ് ഓഫീസിലേക്ക് വന്നാൽ മതി. പിന്നെ താമരാക്ഷൻ ഓരോ ഓഫീസ് ആവശ്യത്തിനും വില്ലേജ് ഓഫീസറെ ഫോണിലേക്ക് വിളിക്കേണ്ട കാര്യമില്ല. എനിക്കത് ഇഷ്ടമല്ല. മനസ്സിലായല്ലോ? മോനേട്ടാ, ഇന്ന് വൈകിട്ട് വരുമ്പോഴേ സുലൈമാനിക്കട കടയിൽ നിന്ന് കേക്ക് വാങ്ങിച്ചിട്ട് വരുമോ? അത് നടക്കില്ലെന്ന് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്. അങ്ങനെ വാശി പിടിക്കല്ലേ. ഒരു കാര്യം ആഗ്രഹിച്ചാൽ അതെനിക്ക് കിട്ടിയേ തീരൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് നല്ല രീതിയല്ല എന്ന് ഞാനും പറഞ്ഞില്ലേ? പക്ഷെ ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോഴേ ഞാൻ അറിയാതെ വല്ലതും പറഞ്ഞു പോയാലോ? എന്ത്? കുളിക്കടവിലെ കാര്യം. ഞാനത് അറിയാതെ ഭാമയോട് പറയുമെന്നാ എന്റെ സംശയം. അത് പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് കേക്ക് വേണം. രാധ, നീ എന്തിനാ ഇങ്ങനെ ശത്രുവിനെ പോലെ പെരുമാറുന്നത്? അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് മനഃപൂർവ്വമല്ലല്ലോ. ആണെന്ന് ഞാനും പറഞ്ഞില്ലല്ലോ. പക്ഷെ കേക്ക് കിട്ടിയില്ലെങ്കിൽ ഭാമയോട് ഞാനിതെല്ലാം പറയും. രാധ, ഭാമ അറിഞ്ഞ എന്റെ മാനം പോവും. മാനം രക്ഷിക്കാനായിട്ടേ ഒരു 400 രൂപയ്ക്ക് മുടക്കാം. പക്ഷെ 400 രൂപ 400 രൂപയാണോ അഭിമാനമാണോ വലുത്? രാധ, ഞാൻ പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ട. ഞാൻ ഭാമയോട് അത് പറയണോ വേണ്ടേ? എന്നാലും എന്താ പ്രശ്നം? കാര്യമായിട്ടൊന്നുണ്ടല്ലോ. ഒന്നുമില്ല. രാവിലെ കൃത്യസമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകണം ഞാൻ രാധയോട് പറയായിരുന്നു. കൃത്യനിഷ്ഠയാണ് പ്രധാനം. നീ ഭക്ഷണം കഴിച്ചോ? ഞാൻ കഴിച്ചോളാം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. എന്ത് കാര്യം മറക്കണ്ടാത്തത്? അല്ല, പിന്നെ കേശവമ്മ വിളിക്കുകയാണെങ്കിൽ അവളുടെ സുഖമായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. മോഹനേട്ടൻ എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? എല്ലാരും എപ്പോഴും ഒരുപോലെ ഇരിക്കോ? അതുകൊള്ളാം. എനിക്ക് ആഫീസ് വളരെ നേരമായി. സുലൈമാൻ കട ബേക്കറിയിൽ നല്ല ഒന്നാന്തര കേക്ക് കിട്ടും. എന്താ രുചി എന്നറിയോ? പക്ഷേ വിലയെ സഹിക്കാത്തത്. 1 കിലോയ്ക്ക് 400 രൂപ. കഴിഞ്ഞ മാസം പ്രഹ്ലാദേട്ട അത് വാങ്ങിക്കൊണ്ടു വന്നു. പ്രഭു പറഞ്ഞ ശരിയാ. ഹോ, എന്താ രുചി! സത്യം പറഞ്ഞ ഇത്രയും രുചിയുള്ള കേക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും 1 കിലോയ്ക്ക് 400 രൂപ എന്ന് പറഞ്ഞ ഇത്തിരി കൂടുതലാ.
400 രൂപയുടെ കേക്കൊക്കെ വാങ്ങി കഴിക്കണമെങ്കിൽ കൈക്കൂലി വാങ്ങിയേ നിർത്തിയുള്ളൂ. അതുള്ള കേക്ക് വാങ്ങാനായിട്ട് കൈക്കൂലി. ഇതൊക്കെ മോഹനേട്ട സാറ് കേട്ടാലേ ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. നിങ്ങൾ രാവിലെ ജോലി ചെയ്യാൻ വന്നതാണോ സുലൈമാന്റെ കടയിലെ കേക്കിന്റെ രുചിയുടെ കാര്യം പറയാൻ വന്നാണോ? അല്ല സാർ, ഞങ്ങള് വെറുതെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ടിരുന്നപ്പോ വെറുതെ കേക്കിനെ കുറിച്ച് പറഞ്ഞേ ഉള്ളൂ. സ്വയംപ്രഭേ, ആഫീസിൽ വരുന്നത് വെറുതെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കാനല്ല. അങ്ങനെ വെറുതെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ജോലി കളഞ്ഞിട്ട് വെറുതെ വീട്ടിൽ പോയിരുന്നാ മതി. മനസ്സിലായോ? കാഞ്ചനോടും കൂടിയാണ് പറഞ്ഞത്. മേലിൽ ഈ ആഫീസിൽ സുലൈമാനെന്നോ കേക്കെന്നോ ഒരു വാക്കോടെ കേൾക്കാൻ പാടില്ല. മനസ്സിലായോ? ശിശുപാല ഒരു സാർ, ഈ സുലൈമാന്റെ കടയിലെ കേക്ക് ശിശുപാലൻ കഴിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. കിലോയ്ക്ക് 400 രൂപയുടെ കേക്ക് വാങ്ങി കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ സാർ? ശിശുപാലൻ, എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ സാർ? ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് കുറച്ച് നേരത്തെ പോകും. ഒരു 2-2:30 ആകുമ്പോൾ. അതെന്താ സാർ പതിവില്ലാത്തൊരു പോക്ക്? ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ പതിവില്ലാത്തൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇന്ന് കുറച്ച് നേരത്തെ പോയേ പറ്റൂ. ശരി സാർ, ഞാൻ കാഞ്ചന സാറിനോട് പറഞ്ഞേക്കാം. അത് മാത്രമല്ല പ്രശ്നം. ഈ ഉച്ചയ്ക്ക് പോകുമ്പോ എനിക്ക് പിന്നെ ഈ സുലൈമാന്റെ കടന്നൊരു കേക്ക് കൂടെ വേണം. സാറിനോ? എനിക്കല്ല, അവക്ക്. ആക്ക് വക്കീലിനോ? വക്കീലിനാണ്. അവക്ക് ഈ കേക്ക് കഴിക്കണമെന്ന് വലിയ ആഗ്രഹം. ഇനിയിപ്പോ അത് വാങ്ങിക്കൊടുക്കാത്തോണ്ടൊരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ. പിന്നല്ലാതെ സാറിനിപ്പോ 400 രൂപ എന്ന് പറയുന്ന ഒരു തുകയാണോ? ധൈര്യമായിട്ട് വാങ്ങിക്കൊടുക്കണം സാർ. 400 രൂപ എന്ന് പറഞ്ഞ വലിയൊരു തുകയാ. പക്ഷെ വേറെ വഴിയില്ല. അതുകൊണ്ട് ഉച്ചകൂട് കഴിഞ്ഞ് ശിശുപാലൻ ബേക്കറി ചെന്ന് ഒരു കേക്ക് വാങ്ങിക്കൊണ്ട് വരണം. അതെന്തിനാ? സാറ് പോകുന്ന വഴിക്ക് അങ്ങ് വാങ്ങിയാ പോരെ? അത് ശരിയാവില്ല. ഞാനും സുലൈമാനും അത്ര ലോകത്തിലല്ല. അതുകൊണ്ട് ഞാൻ അവന്റെ കടയിൽ പോകാറില്ല. ശിശുപാലൻ പോയി കേക്ക് മേടിച്ചാൽ മതി. പിന്നെ കേക്ക് എനിക്കാണെന്ന് സുലൈമാനോടൊന്നും പറയണ്ട. ഈ പഴയ വൈരാഗ്യത്തിന് അവൻ അതിനകത്ത് എന്തെങ്കിലും ചേർത്താലോ? അതുപോലെ ശിശുപാലൻ എനിക്ക് കേക്ക് വാങ്ങാൻ കടയിൽ പോകുന്ന കാര്യം സ്വയംപ്രഭയും കാഞ്ചനെ അറിയണ്ട. അതെന്താ? കഞ്ചാവ് വാങ്ങാനല്ലോ പോകുന്നത്, കേക്ക് വാങ്ങാനല്ലേ? അതുകൊണ്ട് 4 പേര് അറിഞ്ഞാലെന്തുവാ? ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വരുമ്പോ പൈസ ഞാൻ തരാം. കേക്കിന്റെ കാര്യം ഒരൊറ്റ കുഞ്ഞു പോലും അറിയരുത്. ശരി ശരി. പൊയ്ക്കോ. ഈശ്വര, പാമ വരുന്നതിന് മുമ്പ് കേക്ക് അവളുടെ കയ്യിൽ കൊടുത്ത് രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ എന്റെ മാനം പോയത് തന്നെ. ഭാമേ, ഒരു സംഭവം അറിഞ്ഞോ? സൂസന്നെയും കൊണ്ട് ഒളിച്ചോടി പോയ സെബാസ്റ്റ്യനെ പോലീസ് പൊക്കി. 2 പേരും കൂടി തിരുവനന്തപുരത്ത് ഏതോ ഹോട്ടലിലോ ഒളിച്ചു താമസിക്കായിരുന്നു. ഇന്നലെ വൈകിട്ട് പോലീസ് 2നെയും കസ്റ്റഡിയിലെടുത്തത്. ഇന്നിവിടുത്തെ കോടതിയിൽ ഹാജരാക്കും. ആലീസിനോട് ഞാനിങ്ങ് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു കേസും കൂടി ആയല്ലോ. സെബാസ്റ്റിനെതിരെ ആലീസിന്റെ ഡിവോഴ്സ് കേസ്. അങ്ങനെ ആലീസ് പറഞ്ഞോ? എന്തിനാ പറയുന്നത്? ഭാര്യ ഉപേക്ഷിച്ച് വേറൊരുത്തിയുടെ കൂടെ പോയി ഒരാഴ്ച താമസിച്ച ഭർത്താവിനെ പിന്നെ ചുമക്കേണ്ട കാര്യം എന്താ? എന്നാലും ഇതൊക്കെ ആലീസ് തീരുമാനിക്കേണ്ട കാര്യല്ലേ? ഇതിൽ ഇത്ര തീരുമാനിക്കാൻ എന്തിരിക്കുന്നു? സത്യഭാമയുടെ കാര്യത്തിലാണ് ഇത് സംഭവിച്ചതെങ്കിലോ?
മോഹനകൃഷ്ണന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നറിഞ്ഞാൽ ആ നിമിഷം സത്യഭാമ ബന്ധം പിരിയില്ലേ? മോഹനേട്ടന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു സംശയമില്ല. ഏതെങ്കിലും ഒരു സ്ത്രീ മോഹനേട്ടന്റെ അടുത്തേക്ക് ചെന്നാലും മോഹനേട്ടൻ ഓടി രക്ഷപ്പെടുള്ളൂ എന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഇതൊക്കെ സത്യഭാമ ഇപ്പൊ പറയും. സെബാസ്റ്റിനെ പറ്റിയും ആലീസിന്റെ ധാരണ ഇതായിരുന്നു, സ്വന്തം ഭർത്താവ് പരമശുദ്ധനാണെന്ന്. പക്ഷേ വേറൊരു പെണ്ണ് വീട്ടിൽ വന്ന് താമസം തുടങ്ങിയപ്പോ സെബാസ്റ്റിന്റെ നിറം മാറി. പോലീസുകാരോട് സെബാസ്റ്റ്യൻ പറഞ്ഞത് അങ്ങനെയാ. ആദ്യം ഒന്ന് സൂസനയുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു എന്ന്. പിന്നെ കളിയായി, ചിരിയായി, വഴക്കായി, കുസൃതിയായി, പതുക്കെ പതുക്കെ പ്രേമവുമായി. ഒക്കെ നടന്നത് ആലീസിന്റെ കൺമുൻപിലല്ലേ. പക്ഷേ ആലീസ് സംശയിച്ചില്ല. ഭർത്താവിന് അത്രയ്ക്ക് വിശ്വാസമായിരുന്നല്ലോ. മനുഷ്യന്റെ കാര്യല്ലേ സത്യഭാമേ, എപ്പോഴാ ഒരു അബദ്ധം പറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല. പറ്റിയിട്ട് പരാതിപ്പെടുന്നതിനേക്കാളും നല്ലത് പറ്റാതെ നോക്കുന്നതല്ലേ. അത് ശരി, അപ്പൊ അത് ഒളിച്ചു വെച്ചേക്കല്ലേ? എന്തിനാ മോനേട്ടാ ഇങ്ങനെ മനസ്സിലുള്ളതൊക്കെ ഒളിച്ചു വെക്കുന്നേ? എന്താ സത്യഭാമ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ വെറുതെ എന്തോ ആലോചിച്ചതാ. വെറുതെ ഇല്ല, എന്തോ കാര്യമുണ്ട്. ഒരു കേസിന്റെ കാര്യ. നാളെ എനിക്ക് സെഷൻസിൽ ഒരു കേസുണ്ട്, അതാ. ഓ, എന്ന് ഇവിടെ വരുമ്പോ മാത്രം ഒരു ഫോൺ. ഹലോ, അതെ ഉത്തമനാണ്. പരമേശ്വര, നിന്റെ സർട്ടിഫിക്കറ്റ് ശരിയാക്കിയിട്ടുണ്ടേ. എന്റെ കയ്യിലുണ്ട്. ഞാൻ അതുവഴി വരുമ്പോ തരാം. ഓ ശരി 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 ശരി. ഓ എന്താണ് വയ്ക്കില്ല നടന്ന് വണ്ടി എന്തിയെ? വണ്ടി വർക്ക്ഷോപ്പ് കേട്ടിട്ട് 2 ദിവസം എത്തുമോ? ഇതുവരെ ശരിയായിട്ടില്ല. അത് പോട്ട് എന്താണ് വയ്ക്കില്ല വീട്ടിൽ ആഘോഷം? ആഘോഷം? ആര് പറഞ്ഞു? ഒക്കെ എനിക്ക് മനസ്സിലായി. സുലൈമാന്റെ ബേക്കറിയിൽ നിന്ന് 400 രൂപ എടുത്ത് ഒരു കേക്കും വാങ്ങി മോനയുടെ സാറ് ഇത്രയും നേരത്തെ വീട്ടിലേക്ക് പോണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കാണുമല്ലോ. മോഹനേട്ടൻ കേക്ക് വാങ്ങിനോ? ഞാൻ ഇപ്പോഴും സാറിനെ കണ്ടല്ലേ ഉള്ളൂ. കേക്കുമായിട്ട് സാറ് വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ഇത്ര നേരത്തെയോ? അതല്ലേ ഞാൻ പറഞ്ഞത്, വീട്ടിൽ എന്തോ ആഘോഷം ഉണ്ടെന്ന്. എന്താണ് വക്കീലെ കാര്യം? കാര്യം എന്താ എനിക്ക് മനസ്സിലായി. സെബാസ്റ്റ്യൻ മോഹനേട്ടനൊക്കെ ഒന്ന് തന്നെ. സെബാസ്റ്റ്യനാ? ഏത് സെബാസ്റ്റ്യൻ? അയ്യോ, അതെന്തോന്ന് സംഭവം? ഞാൻ ഈ കേക്ക് വാങ്ങിച്ചുകൊണ്ടെന്നായിരുന്നു ഭാമ ഒരിക്കലും അറിയരുത്. നീ വാങ്ങിയോണെന്ന് പറഞ്ഞാൽ മതി. മോനേട്ടൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? പേടിക്കാതെ പിന്നെ നീ ഇതൊക്കെ ഭാമയോട് പറഞ്ഞാൽ എന്റെ മാനമല്ലേ പോകുന്നത്? കുളിക്കടവിലെ കാര്യമൊക്കെ നീ പറഞ്ഞത് ഭാമ കേട്ടോന്ന് എന്റെ സംശയം. അന്നത്തെ രാത്രി എനിക്ക് എന്റെ ആയുസ് മറക്കാൻ പറ്റില്ല. അതെങ്ങനെ ഭാമ അറിഞ്ഞെന്താവും? എന്തായാലും മോനേട്ടൻ കേക്ക് വാങ്ങിച്ചു തന്നില്ലേ, ഇനി ഞാൻ ഭാമയോട് ഒന്നും പറയില്ല. പോരെ? മതി. ഭാമയോടൊന്നും പറയണ്ട. ഒന്നും പറയാതെ തന്നെ ഭാമയ്ക്കെല്ലാം മനസ്സിലായി. നീ എന്താ നേരത്തെ? അത് ഞാൻ അങ്ങോട്ടല്ലേ മോഹനേട്ടാ ചോദിക്കേണ്ടത്? ജോലി കിട്ടിയിട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇതുവരെ മോഹനേട്ടൻ 5 മണിക്ക് മുന്നേ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇപ്പോ സമയം 3 മണി. എന്താ മോഹനേട്ടൻ നേരത്തെ വന്നത്? ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ട്. എനിക്ക് മനസ്സിലായി മോഹനേട്ടാ, 400 രൂപയുടെ കേക്ക് വാങ്ങുന്നത് ദൂർത്താണ്. പക്ഷേ അത് രാധയ്ക്ക് വാങ്ങിക്കൊടുക്കുമ്പോ ദൂർത്തല്ല അല്ലേ? അതല്ല ഭാമേ, ഞാനൊന്ന് പറയട്ടെ. രാധ സംസാരിക്കണ്ട. രാവിലെ ഞാൻ കേക്ക് അത്രയും മുദ്രാവാക്യം വിളിച്ചിട്ട് ഒടുവിൽ ആഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങി കേക്ക് വാങ്ങിച്ചിട്ട് ഇങ്ങ് പോന്നു. ഞാൻ വരുന്നതിന് മുന്നേ കേക്ക് കൊണ്ടൊന്ന് കൊടുക്കണമല്ലോ.
നിന്നെ മോഹനേട്ടനായിട്ട് ഹോസ്റ്റലിൽ നിർത്തിയതാ. അത് വേണ്ട എന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയ എനിക്ക് ഇത് തന്നെ വേണം. ഇത് തന്നെ ആലീസിന് പറ്റിയത്. മോഹനേട്ടന് സെബാസ്റ്റ്യൻ ഗോലി പോലെയാ. ഓമനക്കുട്ടി വക്കീല് പറഞ്ഞതാ അതിന് ശരി. ഹമീദ് അങ്ങനല്ല. ഏത് കുളിക്കടവന്റെ കാര്യം മോഹനേട്ടൻ പറഞ്ഞത്? കുളിക്കടവോ? അന്നത്തെ രാത്രിയില് കുളിക്കടവിൽ എന്താ ഉണ്ടായത്? ഏത് രാത്രി? വേണ്ട മോഹനേട്ടാ, വേഷകെട്ടിൽ ഇനി ഇവിടെ നടക്കില്ല. നിങ്ങൾ സംസാരിക്കുന്നത് മുഴുവൻ ഞാൻ കേട്ടു. ഞാൻ അറിഞ്ഞാൽ മാനം പോകുന്ന എന്ത് സംഭവമാണെന്ന് എനിക്ക് അറിയണം. വേണ്ട, ഞാൻ പറയാം. വേണ്ട. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ദിവസം വൈകിട്ട് മോഹനേട്ടൻ പുഴയിലെ കുളിക്കടവിൽ കുളിക്കാനിറങ്ങി. ഉടുത്തിരുന്ന കയ്യില് മുകളിലെ റോഡരികിൽ അഴിച്ചു വെച്ചാ പോയത്. റോഡിൽ നിന്ന് പുഴയിലേക്ക് ഇച്ചിരി ദൂരമുണ്ട്. കുളിച്ചോണ്ടിരുന്നപ്പോ മോഹനേട്ടൻ കൊടുത്തിരുന്ന തോർത്ത് ഒഴുകിപ്പോയി. അപ്പുറത്തെ കടവിലാണെങ്കിൽ പെണ്ണുങ്ങളായിരുന്നു. അതുകൊണ്ട് മോഹനേട്ടൻ പുഴയിൽ നിന്ന് കയറാതെ കുറെ നേരം അവിടെ തന്നെ നിന്നു. സഹായം ചോദിക്കാൻ ആരെങ്കിലും വരണ്ടേ? ഒടുവിൽ രാത്രിയായി. ഉടുമുണ്ടില്ലാതെ റോഡ് വരെ എങ്ങനെ എത്തും? മോഹനേട്ടൻ പുഴയിൽ തന്നെ കിടന്നു. രാത്രി 10 മണിയായിട്ടും മോഹനേട്ടനെ കാണാതെ വന്നപ്പോ മോഹനേട്ടന്റെ അച്ഛൻ അന്വേഷിച്ച് എന്നപ്പോഴാ സംഭവം അറിയുന്നത്. ഇത്രേ ഉള്ളു കാര്യം. ഭാമ കളിയാക്കൂന്ന് പേടിച്ചാ ഇത്രയും കാലമായിട്ടും മോഹനേട്ടൻ ഇതൊന്നും പറയുന്നത്. കേക്ക് വാങ്ങി തന്നില്ലെങ്കിൽ അത് ഭാമയോട് പറയുമെന്ന് ഞാൻ പറഞ്ഞപ്പോ പാവം പോയി കേക്ക് വാങ്ങി വന്നതാ. അത്രേ ഉള്ളൂ. രാധ പറഞ്ഞ കാര്യം അന്ന് വൈകിട്ട് 5 മണി മുതൽ രാത്രി 10 മണി വരെ കുടിമുണ്ടിൽ ആ വെള്ളത്തിൽ കിടന്നു. ഇതാണോ ഇത്ര ഒളിച്ചു വെച്ചത്? ഇത് ഞാൻ അറിഞ്ഞ എന്തായിരുന്നു കുഴപ്പം? നീ ജന്മം മുഴുവനെ കളിയാക്കില്ലേ? എത്ര കളിയാക്കിയാലും ഇപ്പൊ ഞാൻ പേടിച്ചതിന്റെ അത്ര വരുമോ? എന്തിനാ പേടിച്ചേ? ഇതായിരുന്നു നീയല്ലേ പറഞ്ഞ എന്നെ ഭയങ്കര വിശ്വാസമാണെന്ന്. ഓ, ഇപ്പൊ വിശ്വാസമൊക്കെ പോയി. വിശ്വാസമൊന്നും പോയില്ല. പക്ഷെ എല്ലാം കൂടി ആലോചിച്ചപ്പോ എന്തോ പേടിയായി. സാരമില്ല. അയ്യോ അയ്യോ, ആ കേക്ക് വരെ രാധ പോയിക്കുന്നേ. വേഗം ചെന്നില്ലേ അത് മുഴുവൻ തിന്ന് തീർക്ക്. തടിച്ചി 400 എടുത്ത് വാങ്ങിയതാ. 400 രൂപ? 400 രൂപ? ഈ നിസ്സാര കാര്യത്തിനാണോ മോഹനകൃഷ്ണൻ ഇങ്ങനെ വേവലാതിപ്പെട്ടത് എന്ന് ധൈര്യശാലികൾ ചോദിച്ചേക്കാം. മോഹനകൃഷ്ണൻ ഇങ്ങനെയുമാണ്. നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്നതൊക്കെ കക്ഷിക്ക് പ്രധാനവും നമുക്ക് പ്രധാനമെന്ന് തോന്നുന്നത് നിസ്സാരവുമാണ്. സത്യഭാമയുടെ നെഞ്ചിടിപ്പ് കുറഞ്ഞു കാണും എന്ന് പ്രതീക്ഷിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.